അപ്പൊ നമുക്ക് നമ്മൾ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ കുറെ പേരുടെ വായിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കേട്ടതെന്ന് മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് സിറ്റുവേഷൻ എടുക്കുമ്പം അവർക്ക് ഭയങ്കരമായിട്ട് ഹെയ്റ്റ് വരുന്നു, അല്ലെങ്കിൽ കുറേ പേരുടെ കരിയർ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്, അല്ലെ കുറേ പേരുടെ ഇതൊക്കെ ഇതായി പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം മെയിനായിട്ട് എടുത്തത്. നമ്മളായിട്ട് ഇനി വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ ഒരു ഗ്യാപ്പൊക്കെ എടുത്ത് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാവട്ടെ എന്നുള്ള രീതിയിൽ ഇതാക്കിയത്. അപ്പോൾ അവരുടെ അഭിപ്രായം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം നമ്മളടുത്ത് ഈ ഹെയ്റ്റ് സ്പ്രെഡ് ആവുന്ന അങ്ങനെ എന്തെങ്കിലും പേടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്യാങ് വിട്ട് വേറെ ഏതെങ്കിലും മറ്റേ സിറ്റിസൺ ആർപ്പിയോ മീൻ പിടിക്കുന്ന ആർപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ. ടി വിയൊക്കെ ഒരു മാറ്റം ഇനി വരാൻ പോകുന്നില്ല. നമ്മൾ എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ തന്നെ കളിക്കും. ഇനി ഇവന്മാരെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പോകണം. അതാരാണേലും നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പോകണം. പക്ഷെ നമ്മുടെ പ്ലേയിങ് സ്റ്റൈൽ മാറ്റത്തില്ല. ഹേറ്റ് കിട്ടുമെങ്കിൽ വാങ്ങിച്ച് കരയുക. അതിൽ കൂടുതൽ വേറെ സ്റ്റാൻഡൊന്നുമില്ല. ഇനി വേറെ സ്റ്റാൻഡൊന്നുമില്ല. ഇങ്ങോട്ട് വള്ളി എടുക്കാൻ വന്നാൽ തിരിച്ച് നല്ലത് പറഞ്ഞു വിടും. അങ്ങനെ തന്നെ നിന്നാൽ മതി. ആൻഡ് നമുക്ക് അല്ലാതെ ഈ പറയണത് പോലെ മറ്റേ കണ്ടവന്മാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വഭാവവും നമ്മുടെ രീതികളും ഇത്രയും നാൾ ഫോളോ അപ്പ് ചെയ്ത് വന്ന കാര്യങ്ങളും മാറ്റാൻ പറ്റത്തില്ല. അതിൽ മാറ്റുന്നുമില്ല. അത് മാറ്റുന്നില്ലെന്ന് തന്നെയാണ് തീരുമാനം. ആൻഡ് എൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു. മെയിനായിട്ട് ഞാൻ ഈ ഗ്യാപ്പ് ആദ്യം ഇനിഷ്യേറ്റ് ചെയ്തത് ഞാനാണ്. ഞാൻ അത്രയും മൈൻഡ് ഫക്കായി അത്രയും ഇതായി പോയതുകൊണ്ടാണ്. എൻ്റെ ഫാമിലിയുടെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്ത്, പിന്നെ എൻ്റെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് എനിക്ക് ഇതിനകത്ത് വന്നതുകൊണ്ടാണ്. ആൻഡ് സ്വർഗ്ഗരാജ്യത്തിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന മെയിനായിട്ടൊരു കാര്യം, നമ്മുടെ ആരുടെ പേരൻസിനെ ഇതിനകത്ത് ഡ്രാഗ് ചെയ്താലും അമ്മമാർക്ക് സിറ്റിയിൽ നിന്ന് പെർമനൻറ്റ് ബാനാണ്. ഈ സിറ്റിയിൽ പെർമനൻറ്റ് ബാനാണ്. നമ്മുടെ ആരുടെയെങ്കിലും ഒരാളുടെ പേരൻസിൻ്റെ ആരുടെ പേരോ എന്തെങ്കിലും ഇതിനകത്ത് OCയിൽ ഡ്രാഗ് ചെയ്ത് നിങ്ങളുടെ OC സിറ്റുവേഷൻ നിങ്ങളുടെ ഇപ്പോൾ അമ്മ പെങ്ങൾ ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലവറോ ആരോ ആയിക്കോട്ടെ, OC കാര്യങ്ങൾ എന്ത് ഡ്രാഗ് ചെയ്താലും സ്വർഗ്ഗരാജ്യത്തിൽ നിന്ന് പറയുന്നവന് പെർമനൻറ്റ് ബാൻ ആണെന്നുള്ള കാര്യം അവരെനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. തിരിച്ച് പറയാൻ നിൽക്കേണ്ട, നേരെ പോയി പറയുക, സിറ്റിയിൽ നിന്ന് പറഞ്ഞു വിടുക. അതിൽ കൂടുതൽ വേറെ വർത്താനമൊന്നുമില്ല. നമുക്കിവിടെ കളിച്ചാൽ മതി. നമുക്ക് ബാക്കി വേറെ ഏതെങ്കിലും സിറ്റിയിലൊക്കെ പോയി കളിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തിരിച്ച് പറയാം. അവിടെ നിന്ന് ബാൻ മേടിച്ച് കൊടുക്കാൻ നമുക്ക് എന്തായാലും പറ്റത്തില്ല. അവിടുത്തെ ആ സിറ്റിയിൽ എന്തായാലും റൂൾ അങ്ങനെയായിരിക്കും. നമ്മുടെ സിറ്റിയിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആരെങ്കിലും പേരൻസിനെയോ അല്ലെങ്കിൽ ഈ പറയണ എന്തെങ്കിലും ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ നേരെ അഡ്മിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക. സിറ്റിയിൽ നിന്ന് പെർമനൻറ്റ് ബാൻ കൊടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇനി നമുക്ക് പേടിക്കാനില്ല. സിറ്റിയിൽ സിറ്റുവേഷൻസ് വരുമ്പം ഇനി OCയിലോട്ട് കൊണ്ടുപോകുന്നവന്മാർ ഇവിടെ കളിക്കത്തില്ല. ആ രീതി കളിക്കുന്നവർ ഒരു ദിവസം കളിച്ചിട്ടങ്ങ് പൊക്കോട്ടെ. അവൻ ആ ഒരു സമാധാനം കിട്ടുന്നവന്മാർ ഒരു ദിവസം കളിച്ചിട്ടങ്ങ് പൊക്കോട്ടെ. അത് അത്രേ ഉള്ളൂ നമുക്ക് തീരുമാനിക്കാൻ. പറയാൻ പോകണ്ട. നമുക്ക് പറഞ്ഞാൽ നമുക്കും കിട്ടും. അപ്പം നീ ഇപ്പോൾ ഞാൻ പറയാമല്ലോ, അവനിപ്പോൾ OC പറയുകയാണ്, നിന്റെ OC പറഞ്ഞാൽ നീ തിരിച്ചവൻ്റെ OCയുടെ തന്തയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം പറഞ്ഞത് ആര് എന്നുള്ളതൊന്നുമല്ല. നമുക്ക് നേരെ അവിടെ പോയി നമുക്ക് കളിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് കേസ് അത് അങ്ങനെ നമ്മൾ തുടങ്ങുന്നു. ആൻഡ് ഇനിയിപ്പോൾ ടർഫ് കളിക്കാനുള്ള ലൈനപ്പ് ഞാൻ ഇനി ലൈനപ്പ് ഇടും. ആ ലൈനപ്പ് ആക്റ്റീവായിട്ട് ഇരുന്നവന്മാർ മാത്രം കളിച്ചാൽ മതി, അല്ലാത്തവന്മാർ കളിക്കണ്ട. ഞാൻ ഇപ്പോഴേ പറയുവാണേ, ഓരോ ദിവസവും വിളിച്ച് കയറ്റി 15 റേഡിയോയിൽ ഫില്ലാക്കാൻ ഇനി പറ്റത്തില്ല. ഒരു കോൾ അങ്ങോട്ട് തരും, അതനുസരിക്കാൻ പറ്റുന്നവന്മാർ ഇവിടെ കളിച്ചാൽ മതി. ടർഫിൻ്റെ ലൈനപ്പും വാറിൻ്റെ ലൈനപ്പും പെർമനൻറ്റ് ലൈനപ്പ് ആയിരിക്കും ഇനി തൊട്ട് പെർമനൻറ്റ് ലൈനപ്പ്. ഒറ്റ ലൈനപ്പിലായിരിക്കും കളിപ്പിക്കുന്നത്. അതിൽ അൺഅവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം മാറ്റിയിടും. ഒറ്റ ലൈനപ്പ്. ആൻഡ് അത് ലൈനപ്പ് ഏതാണെന്ന് ഞാൻ അടുത്ത അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഓൾറെഡി ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ലിസ്റ്റ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് വെച്ചിട്ട് ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഫസ്റ്റ് ലൈനപ്പ് ആദ്യം ഇടും. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, എല്ലാ മെമ്പേഴ്സിനോടും ഒരു കൺസിഡറേഷനും നിനക്കൊന്നും തരാതെ എല്ലാത്തിൻ്റെ മുഖത്ത് നോക്കി പറയുവാണ്, ഇനി ഇവിടെ ഗ്യാപ്പ് എടുക്കുക എന്നുള്ളൊരു പരിപാടിയില്ല. ആരാണേലും എനിക്ക് ഈ ഗ്യാങ് മുമ്പോട്ട് കൊണ്ടുപോകണം. എനിക്ക് ഈ ഗ്യാങ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ ഗ്യാങ് ആണ്, ഞാൻ പറഞ്ഞല്ലോ, ആസ് എ ലീഡർ ഞാൻ പറയുകയാണ്, എനിക്ക് എൻ്റെ ഗ്യാങ് ആണ് അൾട്ടിമേറ്റ്. അതിലെനിക്ക് ഇൻഡിവിജ്വൽ സെൻറ്റിമെൻറ്റ്സ് ഒരാളോട് പോലും ഇല്ല. ഞാൻ ഇവിടെ ഗ്യാങ് ലീഡറായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇൻഡിവിജ്വൽ സെൻറ്റിമെൻറ്റ്സ് ഒരാളോടും ഇല്ല. ഗ്യാപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബെല്ലാരിയിലോട്ട് പൊക്കോണം. ബെല്ലാരി കളിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അവിടുന്ന് ലീവ് ചെയ്ത് പൊക്കോണം. നിങ്ങൾക്ക് ഇവിടുന്ന് ഗ്യാപ്പ് എടുക്കണമെങ്കിൽ ബെല്ലാരിൽ എടുത്ത് ബെല്ലാരിൽ ഇടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആക്റ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ ബെല്ലാരിൽ ഇട്ടിട്ട് ബെല്ലാരിയിൽ നിന്ന് കളിക്കാൻ അറിയാവുന്ന പിള്ളേരെ എടുത്ത് TV ക്കകത്തിടും. ഇനി ഒരാളും ഡിപ്പെൻഡ് ചെയ്ത് TV മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഗ്യാങ് ലീഡർ എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോഴും പറയുകയാണ്, എനിക്ക് എൻ്റെ ഗ്യാങ് ആണ് വലുത്. എനിക്ക് എൻ്റെ ഗ്യാങ്ങിൻ്റെ നല്ല പേരാണ് എനിക്ക് വലുത്. വരാൻ പറ്റാത്തവന്മാരെ ഞാനെടുത്ത് ബെല്ലാരിയിലിടും. ബെല്ലാരിയുടെ കാര്യങ്ങളോട് നോക്കുന്നത് രായനും ഇവിടെ ഉണ്ട്. രായൻ പറഞ്ഞിട്ടുണ്ട്, ഇനി പുറത്തുനിന്നൊരു റിക്രൂട്ട്മെൻറ്റ് ഇല്ല.
ഇനി പുറത്തുനിന്ന് ഒരു റിക്രൂട്ട്മെന്റ് എടുക്കാനില്ല. വർഷങ്ങളായിട്ട് ബെല്ലാരിയിൽ കളിക്കുന്ന നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ബെല്ലാരിയെ ബാധിക്കാത്ത രീതിയിലത്തെ ആൾക്കാരെ എടുത്ത് ഞാൻ ലൈനപ്പിലിടും. അതുകൊണ്ട് അടുത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് 10 മിനിറ്റ് പോയിട്ട് 15 മിനിറ്റ് പോയിട്ട് 10 മിനിറ്റ് പോലും ഞാൻ വെയിറ്റ് ചെയ്യത്തില്ല. റേഡിയോയിൽ ലൈനപ്പ് പേര് വിളിച്ച ആൾക്കാർ ഫില്ലായില്ലെങ്കിൽ ഉറപ്പായിട്ടും പണിഷ്മെന്റ് ഉണ്ടാവും. ഇനി എനിക്ക് കണ്ടവന്മാരുടെ വായിരിക്കുന്ന കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് നിൻ്റെയൊക്കെ മനസ്സിലും ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം ഇപ്പോഴേ പറയാണ്, അതിൽ ഒരു കൺസിഡറേഷനും ഇല്ല. മുഖം നോക്കാതെ ഞാൻ ആക്ഷൻ എടുക്കുവേ. അത് പേടിയുള്ളവന്മാർ മാത്രം ഇത് ചെയ്താൽ മതി, അല്ലാത്തവർ വേറെ ഒന്നും ചെയ്യരുത്. ഞാൻ ഇപ്പോഴേ പറയാണ്, കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ നേരെ ഒന്ന് പറയുക. എനിക്ക് കാരണം ഇവിടെ ഇത് കുറച്ച് നാൾ നിർത്തി വെച്ചപ്പം ഇതിനോട് കുറച്ച് ഡീപ്പ് അഫക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെന്നോട് വന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഇത് എനിക്ക് നിർത്താൻ പറ്റത്തില്ല വഴിയിൽ ഇനി. അതുകൊണ്ട് എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകണം. ഇപ്പം കുറേ ഓരോരുത്തരുടെ POV കാണുന്ന ബാക്കിയുള്ളവർക്കും മനസ്സിലാവും. ഒരു സിറ്റുവേഷൻ എടുക്കാൻ പോലും ആളില്ലാതിരുന്ന് പുഴുക്കുന്ന കാര്യം നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇതാണ് എൻ്റെ ഡിസിഷൻ. രായ ബെല്ലാരിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അവരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലത്തെ ഒരു ഇത് വേണ്ട. അതായത് ഒരാൾ വന്നാൽ ബെല്ലാരിയുടെ ലൈനപ്പിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ എന്താ ഇവിടുന്ന് ബ്രേക്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് അവിടെയും അത്യാവശ്യം ആക്റ്റീവ് ആയില്ലെങ്കിൽ, അതായത് അവിടെ പോയിട്ട് ആക്റ്റീവ് ആയില്ലെങ്കിൽ അവിടുത്തെ ബെഞ്ചിലായിരിക്കും. മനസ്സിലായോ? ഉറപ്പായിട്ടും അതിലൊരു സംശയം വേണ്ട. ഈ ബ്രേക്ക് എടുക്കുന്നവരെ മാത്രമല്ല ഞാൻ അങ്ങോട്ട് ഇടുന്നത് കേട്ടോ. സിറ്റുവേഷനിൽ വരാതിരിക്കുന്ന ആൾക്കാരെ ഞാൻ എടുത്തിടും. ഞാനായിട്ടിടും. ഞാൻ ഒരാളുടെ മുഖം നോക്കത്തില്ല. ഇത്രയും നാൾ TV-ക്ക് വേണ്ടി കളിച്ചാണെന്ന് ഞാൻ നോക്കത്തില്ല. ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ വിളിക്കുന്ന ദിവസം വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വന്നിരുന്ന് റേഡിയോയിൽ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലടാ. ലാസ്റ്റ് 2-3 സിറ്റുവേഷൻസ് എങ്ങനെയായിരുന്നു എന്ന് കണ്ട് എല്ലാവരും മൈൻഡ് ഫക്ക് ആക്കുകയാണ്. ആ കാര്യം ഞാൻ വിട്ടു. പിന്നെ നമ്മളെല്ലാവരും അത്രയും മൈൻഡ് ഫക്ക് ആയിട്ടാണ് കളിച്ചത്. അതുകൊണ്ട് നമുക്ക് ഈ പറയണത് പോലെ ഇതില്ലായിരുന്നു. ആരും ഒരു മൂഡിലല്ലായിരുന്നു. അത് അത്ര ഷോ ആയിട്ടിരുന്നു ഇതുമായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് ഞാൻ വിടുന്നു. ലാസ്റ്റ് സിറ്റുവേഷനുകളൊക്കെ വിടുന്നു. ഇനി മുന്നോട്ടുള്ള കാര്യം നമുക്ക് നോക്കിയാൽ മതി. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ രായ, ചന്ദ്ര? അല്ലാണ് ഇത് തന്നെ പറയാനുള്ളത്. അതായത് ഇനി ഒരു സിറ്റുവേഷനിൽ ഇവിടെ ആരും കേറാതിരിക്കില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ചാടിപ്പിടിച്ച് വരും നമ്മൾ ഒരാളെ തൊട്ട്. പക്ഷെ അതൊക്കെ എവിടെയോ അത്. പക്ഷെ അങ്ങനെ പറ്റത്തില്ല. നമ്മളെ കൂട്ടത്തിൽ ആളില്ലാതെ ഇവിടെ ഇരുന്ന് പുഴുകണ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ തീരുമാനം എടുത്ത. വേറെ ആർക്കും ഒരു ശോകം അടിക്കേണ്ട. ഇതിനൊരു മാറ്റവും കാണത്തില്ല. കാരണമല്ല, മാറ്റം എന്ന് പറഞ്ഞാൽ മാറ്റം, അത്രേ ഉള്ളൂ. ഇവിടെ ആരും നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും അവരവരുടെ ടൈം കളഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് നിങ്ങളെ കാണിക്കുക, മനസ്സിലായി? അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. എല്ലാരും ഓക്കെ അല്ലേ? പറഞ്ഞ എല്ലാവർക്കും ഓക്കെ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് വന്ന് പറയണം. അതായത് ഈ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടാ. അപ്പൊ തന്നെ ഞാൻ ബെല്ലാരി എടുത്തിട്ടോളാം. ഇനി നിന്റെ അടുത്തൊക്കെ ഞാൻ പറയാമല്ലോ. ലൈക്ക് ഈ ഒരു രീതിയിൽ ഞാൻ ഇനി ഇങ്ങോട്ട് നിൽക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. 2 വാക്ക് പറയണോ? ഞാൻ എല്ലാം ഡു ലൈക്ക് അയ്യോ എന്റെ റേഡിയോ ജാം ആയിരിക്കുമായിരുന്നു. സോറി. അല്ല, നമ്മൾ ആക്റ്റീവ് ആകാത്തവരൊക്കെ ഇനി എല്ലാരും പുറത്ത് കളയും. എല്ലാരും ആക്റ്റീവ് ആയിരിക്കണം. ബൈ ബ്രോ. നീ ബെല്ലാരിലാണ് ഇപ്പം ഈ മീറ്റിംഗ്. ആര് പറഞ്ഞു? നീ ഓൾറെഡി ബെല്ലാരിലാണ്. ഓൾറെഡി ബെല്ലാരിലാണ് നീ ഇപ്പൊ. നോക്കണം നിന്നെ. ഇനിയിപ്പോ എന്നെ അല്ല അങ്ങനെ വിളിക്കേണ്ടത്, അണ്ണാ ഇനി സോളിനെ പോയി വിളിക്കേണ്ടി വരും. ഇപ്പൊ കൊണ്ട് അവര് വണ്ടി വിളിച്ചിട്ടുണ്ട്. അവരിപ്പോ വരും. ലൈവ് ഉണ്ടാകാൻ പറ്റുമെങ്കിൽ റൈഡ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യോ. ലക്ഷ്യയുടെ ഫസ്റ്റ് ബേസിക്കുമാണ് സോണല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ നോക്കണേ. ഫിറ്റ്സ് ബ്രോ, ഞാൻ ഇപ്പൊ റൈഡ് എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ബ്രോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. പിടിച്ചോണ്ട് പോകാര്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ സരക്കിന് മൈക്കിന്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് അവന് സംസാരിക്കാൻ പറ്റത്തില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ പറയാം. ബാബു എണീറ്റ് വന്നേ. ബാബുവിനെ കൊണ്ട് ബാബു ഒന്ന് സംസാരിക്കാം. അല്ലല്ല, അതിനെ പറ്റിയല്ല. നമ്മള് ബാബു നമ്മുടെ TV-യിലെ ഒരു OG മെമ്പർ എന്നുള്ള രീതിയിൽ കുറച്ച് പവർഫുൾ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഓ അങ്ങനെയാ? ഓക്കെ. അൺഡിക്ലെയർഡ്. അപ്പോ പറയാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടതെല്ലാം ഉണ്ടായി. പാസ്റ്റ് എന്നാണ് ഒരു പ്രമുഖം പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ പരീക്ഷ ചെയ്യണ്ട. ഇനി നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. മനസ്സിലായില്ലേ? അമ്പത്തൂരിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടല്ല. ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അമ്പത്തൂരിനെ പോലെ തന്നെ എല്ലാവരും ചില്ലായിട്ട് ഡെയിലി വന്നാൽ മതി ഇങ്ങോട്ട്, കേട്ടോ? സെറ്റ്. താങ്ക് യു. അപ്പൊ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വില്ലിയുടെ സസ്പെൻഷൻ ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് ഇനിയുള്ള ആക്ഷൻസ് മുഖം നോക്കാതെ ആയിരിക്കും. വില്ലിയുടെ സസ്പെൻഷൻ അങ്ങനെ തന്നെ എടുത്തതാണ്. ആൻഡ് ആ ഒരു തെറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിന്റെ സൈഡിൽ നിന്ന് ഈ സെയിം ഇങ്ങനത്തെ എന്തെങ്കിലും പാറ്റേണുള്ള ഉണ്ടായാൽ ഡയറക്റ്റ് ഡിസ്മിസ് ആയിരിക്കും TV എന്ന്. അല്ലാതെ അതിന്റെ സസ്പെൻഷൻ ഒന്നും ഉണ്ടാവില്ല വില്ലി. അതുകൊണ്ട് ആ സസ്പെൻഷൻ ഞാൻ ലിഫ്റ്റ് ചെയ്യുന്നു. ഇത്രയും ദിവസമായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്യാപ്പിന് മുമ്പും എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞാൽ ഞാൻ അത് അറിഞ്ഞുകൊണ്ട് ലിഫ്റ്റ് ചെയ്യാഞ്ഞതാണ്. ഇനിയുള്ള പണിഷ്മെന്റ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ മൈൻഡേ ചെയ്യൂല ഈ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ സസ്പെൻഷൻ ഞാനിവിടെ ലിഫ്റ്റ് ചെയ്ത് തരുന്നു. നിനക്ക് TV-യിലായിട്ട് ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യാം. അത് പോയി റോൾ എന്തോന്ന് വെച്ചാൽ മേടിച്ചു. പപ്പടത്തിന് ആർക്കും ഇവിടെ ബ്രേക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. ആർക്കാർ ബ്രേക്ക് വേണ്ടുന്നവരൊക്കെ ഒന്ന് സംസാരിച്ച പ്ലീസ്. ബ്രേക്ക് വേണ്ടുന്നവരൊന്ന് പെട്ടെന്ന് ഒന്ന് സംസാരിക്കണം കേട്ടാ. വേണ്ടല്ലോ. അതായത് ഇവിടെ ഇപ്പൊ ട്രിപ്പ് പോകണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. അങ്ങനൊന്നും എടുത്തിട്ട് എല്ലാവരും ഇടുവൊന്നുമില്ല. പരീക്ഷ ഇപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം ഒരു ദിവസം, അതൊക്കെ കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ ആണ്. ഞാൻ പറയുന്നത് അതല്ല. ഒരു ലൈനപ്പ് പോലെ വാട്ടവർ നിങ്ങളിപ്പം ഞാൻ പറയാം ഇവിടെ വെടിവെക്കാൻ വേണ്ടി മാത്രം കുറച്ചവന്മാരെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അവന്മാർക്ക് ഈ സിറ്റുവേഷനിൽ വരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മറ്റേ റെഗുലർ ആയിട്ട് ഞാൻ പറയാം ഇനി ഒരു സിറ്റുവേഷനിൽ ആളെ വിളിച്ച് കയറ്റാനുള്ള ഒരു സാധനത്തിനോട് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. എനിക്ക് സരക്കിനും താല്പര്യമില്ല, ചന്ദ്രനും താല്പര്യമില്ല, രായനും താല്പര്യമില്ല, ബാബുവിനും താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് മെയിൻ ആയിട്ട് അങ്ങനത്തെ പരിപാടികളിലോട്ട് കണ്ടിന്യൂസ് പോ. ഇതാരാടാ ഈ കിടന്ന് എഴുതുന്നേ? അപ്പൊ അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ദാമു ഇതുപോലെ ഗ്യാപ്പ് എടുക്കുവാന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കങ്ങനെ മുഖം നോക്കി ഡിസിഷൻ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ആൻഡ് ദാമു ഗ്യാപ്പ് എടുക്കുവാണെങ്കിൽ എനിക്ക് ബെല്ലാരിൽ ഇടേണ്ട വരും. വേറെ എനിക്ക് അതിനകത്ത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഞാൻ വേറെ ആരെങ്കിലും എടുത്തിടേണ്ടി വരും. ആർക്കാണെങ്കിലും ഗ്യാപ്പ് എടുക്കാനാണെങ്കിൽ ഇപ്പൊ കറന്റ് എനിക്ക് അത് മാത്രമുള്ള ഓപ്ഷനുള്ളൂ. എനിക്ക് ഗ്യാങ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. എനിക്ക് എൻ്റെ ഗ്യാങ് മുമ്പോട്ട് കൊണ്ടുപോകണം. പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ് TV-യെ ദാമു എന്നാണെങ്കിൽ ഇപ്പൊ ആരും ആയിക്കോട്ടെ, ഇപ്പൊ ചന്ദ്രൻ TV-യെ ചന്ദ്രൻ അല്ലെങ്കിൽ TV-യെ ദാമു അല്ല TV-യെ ഗുലാൻ എന്ന് പറയുന്നത് അവരുടെ പേരിന്റെ മുമ്പിൽ ആദ്യത്തെ ഫസ്റ്റ് അക്ഷരമാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള കൺസിഡറേഷൻ. ആ ടാഗിന് വേണ്ടിയിട്ട് അവർ കുറെ കഷ്ടപ്പെട്ടതല്ലേ. അപ്പൊ ആ ടാഗിന്റെ ഇത് നിലനിർത്താൻ അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഒരുമിച്ച് നിന്നാലേ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അതിനെ ഇനി താഴോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിന് എനിക്ക് മുമ്പോട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ആൻഡ് ലൈനപ്പ് ഇനി ഞാൻ ഡിസൈഡ് ചെയ്ത് ഞാൻ ഇട്ടോളാം. അതിലൊരു സംശയമില്ല. ഞാൻ ഒന്നും ഉദ്ദേശിച്ചത് ഞങ്ങൾ ലീഡേഴ്സ് ആൻഡ് കോ ലീഡേഴ്സ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തോളാം. അല്ലാതെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയണ്ട. ഇപ്പോൾ ഒരു ദിവസം ഒരുത്തം കളിക്കണ്ടെന്ന് പറഞ്ഞാൽ കളിക്കണ്ട, അത്രേ ഉള്ളൂ. അതിലും മുഖം നോക്കാതെ ആയിരിക്കും ലൈനപ്പിൽ ഇടുന്നത്. പെർഫോമൻസ് ബേസിസിൽ മാത്രം. പഴയതുപോലെ കുറച്ചൊക്കെ കേക്ക് പിപ്പിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കയറി ഗ്രൈൻഡ് ചെയ്യും. പണ്ട് വെടിവെച്ചു അല്ലെങ്കിൽ ഇതാക്കി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലത്തെ ലൈനപ്പ് പെർഫോമൻസ് ഇനിയില്ല. നിങ്ങളുടെ കറണ്ട് പെർഫോമൻസ് വെച്ചിട്ട് ഇനി ലൈനപ്പ് ഇടാം. അതാണ് നല്ലത്. അത് ഞാനല്ലെങ്കിൽ സരക്ക് അല്ലെങ്കിൽ ചന്ദ്രൻ അല്ലെങ്കിൽ ബാബു അല്ലെങ്കിൽ രായൻ, ഇവർ ഇത്രയും പേരില്ല. എന്താടാ അതെ ഇപ്പൊ കറണ്ട് പെർഫോമൻസ് നോക്കിയായിരിക്കും ഇനി ലൈനപ്പ് ഇടുന്നത്. കറണ്ട് പെർഫോമൻസ് നോക്കിയായിരിക്കും. അപ്പൊ നമ്മളത് മാറ്റത്തില്ല. വില്ലൻദാസിന്റെ അപ്ഡേറ്റ് എന്താണ്? പുള്ളി വരുന്നുണ്ടെന്ന് ഞാൻ പുള്ളി ഒറ്റ ദിവസം റിക്രൂട്ട്മെന്റിന് ശേഷം ഒറ്റ ദിവസമാണ് ഞാൻ പുള്ളിയെ സിറ്റി കണ്ട. ഒറ്റ ദിവസം. അതെനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ പുള്ളി ഗ്യാപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇൻഫോം ചെയ്യാൻ പറയണം. ആണോ? ഓക്കെ. അപ്പൊ വേറെന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഗുലാൻ എന്തോ പറയാനുണ്ട്? ഗുലാനെ പറ. രണ്ട് വാക്ക് പറ കണ്ണാപ്പി. ഓക്കെ. അപ്പൊ അടുത്തൊരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത്, തക്കുഴോണം 2.0 ഈസ് കമ്മിങ്. ഓക്കെ,
ഗ്യാപ്പ് എടുത്തപ്പോ എല്ലാരും വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മള് മറ്റേ എല്ലാം ഇതാക്കി ഒതുങ്ങിപ്പോയെന്നാണ്. അല്ല, നമ്മളൊരു ഡെവലപ്പറിനെ ഹയർ ചെയ്തു ആൻഡ് ആ ഡെവലപ്പറിനെ വെച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് രായനായിരുന്നു ഇത്രയും ദിവസം അതിന്റെ പുറകില്. ആൻഡ് ഓണപ്പരിപാടി നമ്മൾ കംപ്ലീറ്റ്ലി അടിപൊളിയായിട്ട് നടത്താൻ പോവാണ് നമ്മുടെ സിറ്റിയിൽ. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഫയൽസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഇതാക്കിയിട്ട് ഇപ്പോൾ ഒരാഴ്ച മുമ്പേ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ഇതാക്കി കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ഓണപ്പരിപാടി ഈ വട്ടം നമ്മൾ നടത്താൻ പോണ്. കഴിഞ്ഞ വട്ടത്തെ പോലെയല്ല, നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് തുടങ്ങാൻ പോണ്. അല്ലാതെ മേടിക്കാൻ എടാ കിട്ടത്തില്ല. എടാ പൈസ മേടിക്കാൻ ടർഫിനെ പറ്റി എന്താ? ടർഫ് എന്നോട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നേ? അത് ഒന്നും പറഞ്ഞില്ല. ടർഫ് ഇതുവരെ വന്നില്ലല്ലോ, ഇതുവരെ ഇതായില്ലല്ലോ ഇവിടെ. വന്നില്ല. അങ്ങനെ നോക്കിയിരിക്കണം ടർഫ്. അല്ല, ടർഫ് നോക്കിയിരിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ചന്ദ്ര, ടർഫ് വന്നാല് ഈ പറയുന്ന ഡെയിലി ഉള്ള അടിയും വാറും ഒക്കെ ഉണ്ടല്ലോ, അതങ്ങ് കുറഞ്ഞു കിട്ടുവാടാ. സീരിയസ് ആയിട്ട് ഞാൻ പറയുക, സീരിയസ് ആയിട്ട് പറയാം. കാരണം 2-3 ദിവസം പ്രാക്ടീസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ഗാങ്സും ഇരിക്കും. ഈ ടർഫ് വന്നാൽ തന്നെ ഈ സിറ്റിയിലെ പകുതി അടി കുറയും. അത് ഞാൻ ഉറപ്പ് പറയാം. നമുക്ക് മറ്റേ നോർമൽ വാറിനുള്ള സമയമില്ല. അതിന് ആ സമയത്ത് നമ്മൾ എന്തോരം ടർഫുകളൊക്കെ പ്ലാൻ ചെയ്ത് കളിക്കുമ്പോൾ അല്ലെങ്കിൽ അത് സ്പെക്ക് ചെയ്തിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ സുഖം വേറെയാണ്. സത്യം പറയാമല്ലോ, അത് അടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണേലും ഡിഫെൻഡ് ചെയ്ത് കിട്ടുന്ന സന്തോഷമാണേലും എന്തായാലും എനിക്ക് ബാക്കി ഈ മറ്റേ ടോക്സിക് വാറിന് എന്തായാലും കിട്ടുന്നില്ല. അത് വന്നാൽ തന്നെ പല പ്രശ്നം കുറയും. അത്രേ ഉള്ളൂ. എന്ത് സന്തോഷം. അപ്പൊ അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്ന കാര്യം പറയാം. നമുക്ക് അവരോട് അടുത്തൂടെ പറയണം, അത് എത്രയും പെട്ടെന്ന് വരട്ടെ. നമുക്ക് ഇനി അങ്ങനത്തെ രീതിയിൽ കൊണ്ടുപോയാൽ മതി. ആൻഡ് ഈ ഓണപ്പരിപാടി നമുക്ക് അടിപൊളിയാക്കണം.